മെയ് 25 നടക്കുന്ന 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 8 സംസ്ഥാനങ്ങളിലായി 58 മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ഘട്ടം ഏറെ നിർണായകമാകുന്നത് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ മണ്ഡലങ്ങളിൽ വിധിയെഴുത്തു നടക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ജാമ്യവും കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും ആം ആദ്മി കോൺഗ്രസ് സഖ്യവും BJPയുടെ പുതുമുഖ സ്ഥാനാർത്ഥികളുമെല്ലാം ഡൽഹിയിലെ മത്സരത്തെ വാശിയേറിയതാക്കി തീർത്തിരിക്കുന്നു. തലസ്ഥാനത്ത് ആർക്കാണ് വിജയ സാധ്യത? ഒരാഴ്ചയായി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് വീക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകൻ AK ശിവരാജ് കേരളത്തോടൊപ്പം പങ്കുചേരുന്നു. സ്വാഗതം ശിവരാജ്. ശിവരാജ്, 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് മെയ് 25 നടക്കുമ്പോൾ രാജ്യം ഏറ്റവും ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന സ്ഥലമാണ് ഡൽഹി. ഡൽഹി സംസ്ഥാനത്തിലെ 7 മണ്ഡലങ്ങളിലും അന്നാണ് തിരഞ്ഞെടുപ്പ്. 7 മണ്ഡലങ്ങളിലും 2019 BJP ആണ് വിജയിച്ചത്. എന്നാൽ അന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രണ്ടായിട്ടായിരുന്നു മത്സരിച്ചത്. ത്രികോണ മത്സരത്തിലൂടെ വോട്ടുകൾ വിഭജിച്ചു പോവുകയും BJP വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ കോൺഗ്രസും ആം ആദ്മി സഖ്യവും ഒരുമിച്ചാണ് BJPക്കെതിരെ മത്സരിക്കുന്നത്. അതവർക്ക് ഒരു തരത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഒപ്പം കേജ്രിവാളിന്റെ അറസ്റ്റും ജാമ്യവും സൃഷ്ടിച്ച പ്രതിഫലനങ്ങളും ഡൽഹിയിൽ ഇപ്രാവശ്യമുണ്ട്. എന്താണ് താങ്കൾ ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ഗ്രൗണ്ട് റിയാലിറ്റി? തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ നടക്കുന്നത്. മാത്രമല്ല അതിന് ഒരുപാട് പ്രത്യേകതകൾ മറ്റ് സ്ഥലങ്ങളിൽ ഈ തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഡൽഹിയിൽ നിലനിൽക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 7 മണ്ഡലങ്ങളിലും BJP വിജയിച്ച മണ്ഡലം കൂടിയാണ്. ആ സമയത്ത് അന്ന് അവിടെ ഒരു ത്രികോണ മത്സരം ഉണ്ടായിരുന്നു. BJPയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിന്റെയും തമ്മിലുള്ള മത്സരം നടന്നിരുന്നു. ഈ പ്രാവശ്യം നമുക്കറിയുന്നത് പോലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇന്ത്യ അലയൻസിന്റെ ഭാഗമായി BJPയെ നേരിടുന്നു എന്നുള്ള വ്യത്യാസമുണ്ട്. അതേ സമയത്ത് BJPക്ക് ഈ ഒരു 7 മണ്ഡലങ്ങൾ തിരിച്ചു അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കാതിരിക്കുകയാണെങ്കിൽ വീണ്ടും ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അധികാര തർക്കം അല്ലെങ്കിൽ സുസ്ഥിരമായ ഒരു രീതിയിലുള്ള ഒരു അധികാരം ഡൽഹി സർക്കാരിന് ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ അകത്തുള്ള വലിയൊരു പ്രതിസന്ധി. അത് ഡൽഹിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 10 വർഷമായി ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള വടംവലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി വലിയൊരു കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി എങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയുന്നത് പോലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും മറ്റ് മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ അവർ ജയിലിലിട്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ നടക്കുന്നത് വലിയൊരു മത്സരമാണ്. മാത്രമല്ല ഇതിന്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡൽഹിയിലെ 3 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്, 4 മണ്ഡലങ്ങളിൽ ആം ആദ്മി മത്സരിക്കുന്നുണ്ട്. ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കനയ്യകുമാറിന് എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ളത് BJPയുടെ വലിയൊരു ലക്ഷ്യം കൂടിയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ മാത്രമല്ല ഈ കോൺഗ്രസും ഇത്രയും കാലം യാതൊരു രീതിയിലും സഹവർത്തിത്വം ഇല്ലാതിരുന്ന കോൺഗ്രസും ആം ആദ്മി പാർട്ടി ഒന്നിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ ഡൽഹിയിൽ നേരിടുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചും വലിയൊരു പുതിയൊരു അനുഭവമാണ്. അങ്ങനെ അല്ലെങ്കിൽ അവർക്കൊരു അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാം. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ വളരെ 10 വർഷമായി ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ചേർന്നുള്ള അലയൻസ് അവരും ഒരുപക്ഷെ അത്ര എളുപ്പത്തിൽ അംഗീകരിച്ചു കൊടുക്കാത്തൊരു കാര്യം കൂടിയാണ്. അങ്ങനെ അതേസമയത്ത് 2 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമേ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ രീതിയിലുള്ള ഒരു പ്രതികരണം കിട്ടുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സിറ്റിംഗ് MPമാരിൽ മനോജ് തിവാരി എന്നുള്ള ഒറ്റ കാൻഡിഡേറ്റിനെ മാത്രമേ അവര് ഈ പ്രാവശ്യം നിലനിർത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാ പുതുമുഖങ്ങളാണ്. അവർക്ക് ഡൽഹിയിൽ വലിയൊരു ജനപ്രീതിയുള്ള അല്ലെങ്കിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു നേതാവ് ഡൽഹിയിൽ ഇല്ല, ഒരു മുഖമില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അതേസമയത്ത് ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അതേസമയത്ത് ആം ആദ്മി പാർട്ടിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 70-80% നിയമസഭാ മണ്ഡലങ്ങളിൽ അവരുടെ സാമാജികർ ഉണ്ട് എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം കൂടിയാണ്.
അതെ, ശിവരാജ് അവസാനം സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു വിചിത്രമായ വോട്ടിംഗ് പാറ്റേൺ ആണ് ഡൽഹിയിൽ കാണാൻ കഴിയുന്നത്. നിയമസഭയിൽ വലിയ ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമ്പോഴും ലോക്സഭയിലെ എല്ലാ സീറ്റുകളിലും BJP ജയിക്കുന്നു എന്നത് കഴിഞ്ഞ 2 തവണയും ആവർത്തിച്ചിരുന്നു. 70 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം 60-ലധികം സീറ്റുകൾ ഉണ്ടായിട്ടും ആം ആദ്മി പാർട്ടി എന്തുകൊണ്ടാണ് 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം വോട്ടിനൊക്കെ ലോക്സഭയിലേക്ക് പരാജയപ്പെടുന്നത്? അതിന് ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമോ? തീർച്ചയായും ഈ ന്യൂഡൽഹി മണ്ഡലം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് മിക്കവാറും 6 മണ്ഡലങ്ങളിലും കൂടുതലും മൈഗ്രന്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ മൈനോറിറ്റി വോട്ട്സ് ഇതിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് 2 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും താഴേക്ക് സാധാരണ ജനങ്ങളുടെ വോട്ട് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ ഡൽഹിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കുടിവെള്ളം, അതുപോലെ തന്നെ വൈദ്യുതി, ബസ്സിലെ യാത്ര, വിദ്യാഭ്യാസം, ആരോഗ്യരംഗം, ഈ രംഗത്ത് നടപ്പാക്കിയ വെൽഫെയർ സ്കീമുകൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിന്തുണയായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പം അതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ അരവിന്ദ് കെജ്രിവാളും കേന്ദ്ര ഭരണത്തിൽ മോദിയും എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങൾ ചെയ്യുന്ന ഒരു പാറ്റേൺ. ഡൽഹി ഭരണം, അതായത് കേന്ദ്രം ഭരിക്കുന്നത് ഒരു സുസ്ഥിരമായ ഒരു സർക്കാർ അല്ലെങ്കിൽ ശക്തനായ ഒരു നേതാവ് ഉണ്ടാവുക, സംസ്ഥാനത്ത് തങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനുള്ള ഒരു ആം ആദ്മി പാർട്ടിയെ പോലെ വെൽഫെയറിന് അല്ലെങ്കിൽ കുറച്ചും കൂടി ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടി ഉണ്ടാവുക എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു പൊതുധാരണ എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല മോദി എന്നുള്ള ശക്തനായ നേതാവ്, മോദിയെ പോലത്തെ ശക്തനായ നേതാവ് ഉണ്ടായിരിക്കേണ്ടതും ഡൽഹിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് എന്നാണ് അവർ കരുതുന്നത്. പ്രത്യേകിച്ച് വിദേശ നയം, ഡൽഹി ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ വിദേശ നയം, അതുപോലെ തന്നെ രാജ്യത്ത് മറ്റ് കാശ്മീർ പോലത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം 307 ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതുപോലുള്ള ശക്തമായ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരാള്, CA പോലത്തെ ഒരു പരിഷ്കാരം അല്ലെങ്കിൽ പുതിയൊരു നിയമം കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരാള്, ആ രീതിയിലുള്ള ഒരു ഭരണകർത്താവിനെ ഡൽഹിയിൽ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ വർഷം ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ മോദി വേവ് എന്നുള്ളത് ഈ പ്രാവശ്യം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പോയ പല മണ്ഡലങ്ങളിലും ഒരു ഇലക്ഷൻ നടക്കുന്ന ഒരു പ്രതീതി ആ രീതിയിൽ വലിയൊരു പോസ്റ്ററുകളോ ഹോർഡിങ്സോ അല്ലെങ്കിൽ മൈക്ക് കൊണ്ടുള്ള പ്രചരണം പോലും വളരെ കുറവാണ്. ഒരു ഇലക്ഷന്റെ ഒരു വലിയൊരു ഒരു അന്തരീക്ഷം പൊതുവെ ഡൽഹിയിൽ ഈ ദിവസങ്ങൾ വരെ കാണാനില്ല. പക്ഷെ പറയപ്പെടുന്നത് അവസാനത്തെ ഇനിയുള്ള 3 ദിവസങ്ങളാണ് വളരെ ക്രിട്ടിക്കൽ. ആ ദിവസത്തെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അവസാന നിമിഷം തീരുമാനിക്കുന്ന ഒരു 20% 30% വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുണ്ടാക്കുന്ന ഒരു വേവ് ഈ 7 സ്ഥലങ്ങളും വളരെ ചുരുങ്ങിയ ഒരു വിസ്തൃതി നിലനിൽക്കുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ ജനങ്ങളുടെ ഒരു 3 ദിവസങ്ങളിൽ ഏത് സഖ്യകക്ഷിക്കാണ്, അതിപ്പോ BJP NDA ക്കാണോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനാണോ, ആർക്കാണ് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുന്നത്, പ്രചാരണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്, അവർക്ക് അനുകൂലമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവും എന്നുള്ളതാണ്. മോഡി ഫാക്ടർ ഈ പ്രാവശ്യം ഡൽഹിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ക്രിട്ടിക്കൽ ആയ ഒരു ഇലക്ഷനും കൂടിയാണ്. നേരത്തെ ശിവരാജ് പറഞ്ഞു കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെ ഡൽഹിയിലെ ജനങ്ങൾ അത്ര സ്വീകരിച്ചിട്ടില്ല എന്ന്. പലർക്കും അത്തരം ഒരു സഖ്യത്തെ അംഗീകരിക്കാൻ മടിയുള്ളതായി താങ്കൾ തങ്ങളുടെ ചില അനുഭവങ്ങളിലൂടെ ഇവിടെ പറഞ്ഞിരുന്നല്ലോ. 2013 ആം ആദ്മി പാർട്ടി രൂപപ്പെട്ട് വരുന്നത് തന്നെ കോൺഗ്രസിനെതിരായ പ്രചരണങ്ങളിലൂടെയായിരുന്നു. കേന്ദ്രത്തിലും ഡൽഹി സംസ്ഥാനത്തിലും കോൺഗ്രസ് സർക്കാരിനെയാണ് പ്രധാനമായും അവര് എതിർത്തിരുന്നത്. ആ ഒരു ചരിത്രം ഇപ്പോഴും ഇവർ തമ്മിലുള്ള സഖ്യം രൂപീകരിച്ചു കഴിഞ്ഞിട്ടും 2 പാർട്ടികൾക്കും ഇടയിൽ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ 3-4 ദിവസമായി എല്ലാ മണ്ഡലങ്ങളിലെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിന്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വളരെ വീക്കാണ്. അവർക്ക് കഴിഞ്ഞ 10 വർഷമായി അധികാരം ഇല്ലാത്തതിന്റെയും മറ്റു പല പ്രശ്നങ്ങൾ, ഇപ്പം കോൺഗ്രസിന് പ്രവർത്തിക്കാനുള്ള ഫണ്ടിന്റെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി ഒരു മണ്ഡലത്തിലും ഇല്ല. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ അവർ ആശ്രയിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഒരു സംഘടനാ ബലത്തെയാണ്. അവർക്കാണ് ജനങ്ങളിൽ കൂടുതൽ അടുപ്പവും അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധവും ഉള്ളത്. പക്ഷെ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലാണ് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, ഞങ്ങൾ ഇന്നലെ പോയ കന്നയ്യകുമാറിന്റെ മണ്ഡലത്തിലെ MLA പ്രവർത്തിക്കുന്നത് ഈസ്റ്റ് ഡൽഹി ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് അവിടെ ആളുകളെ കൊണ്ടുവരാൻ കോൺഗ്രസ് പാർട്ടിയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, ഞങ്ങൾ കന്നയ്യകുമാറിന്റെ മണ്ഡലത്തിൽ പോയപ്പോൾ അവര് സാധാരണ അവിടുത്തെ ഒരു ചെറിയ
തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു ഇസ് ബാർ ജാഡുക്കുൽ ദേഗ വോട്ട്, അത് ഞങ്ങൾ ചൂലിന് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് കൊടുക്കും. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ല, കോൺഗ്രസ് ആണ്, ഇവർ തമ്മിൽ അലയൻസിലാണ്, കൈയാണ് അവരുടെ ചിഹ്നം എന്ന് അവർ അറിയുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടാവണം കഴിഞ്ഞ 2-3 ദിവസം മുന്നേ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഒക്കെ കൂടെ നിർത്തി അവര് വളരെ ലൗഡായിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ വോട്ട് ചെയ്യാൻ പോകുന്ന കൈക്കും കന്നയ്യകുമാർ വോട്ട് ചെയ്യാൻ പോകുന്നത് ചൂലിനുമാണെന്ന് ജനങ്ങളോട് വളരെ ലൈവായി പറയുന്നത്. കാരണം ഇവർ തമ്മിലുള്ള അലയൻസിന്റെ ഇൻഫർമേഷൻ എത്താത്തതിന്റെ ഒരു വലിയൊരു അഭാവമുണ്ട്. അതൊന്ന്. രണ്ടാമത്, ഇത്രയും കാലം ഒന്നിച്ചു നിൽക്കാതിരുന്ന ആളുകൾ എങ്ങനെ പലരും കോൺഗ്രസിനോടുള്ള ഒരു അലയൻസിൽ അതൃപ്തരായ ആളുകളുണ്ട്. തിരിച്ച് കോൺഗ്രസിൽ നിന്നും ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ഒരു അലയൻസിൽ അത്രയും സന്തുഷ്ടരല്ലാത്ത ആളുകളുമുണ്ട്. അപ്പൊ ഈ ഒരു ഇത് രാഷ്ട്രീയമായ സഖ്യം ഉണ്ടാക്കിയെങ്കിലും സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ രണ്ട് പാർട്ടികളുടെയും സ്ട്രാറ്റജീസിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ആബ്സെൻസ് വളരെ വ്യക്തമാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഇവർ വളരെ വ്യക്തമായി ഫാസിസത്തിനെതിരായിട്ടും അതുപോലെ തന്നെ മോദിയുടെ നയങ്ങൾക്കെതിരായും പറയുന്നത് പോലെ ഡൽഹിയിൽ അങ്ങനെ ഒരു ലൗഡായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്നില്ല. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഈ പ്രചരണ വിഷയങ്ങളിൽ അല്ലെങ്കിൽ പ്രചരണ രീതികളിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മോദിക്കെതിരെ വളരെ ശക്തമായി പറയുമ്പോഴും സാധാരണ ആം ആദ്മിയുടെ ഒരു രീതി എന്ന് പറയുന്നത് BJP വോട്ടുകൾ, അതായത് BJPയെ കൂടുതൽ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ മോദിയെ കൂടുതൽ കുറ്റപ്പെടുത്താതെ അവർക്കിടയിൽ ഒരു വോട്ട് കൂടി ഒരു ചെറിയ ശതമാനം വോട്ടെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് കിട്ടുക എന്നുള്ളത്. അപ്പൊ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെൽഫെയർസിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടിവെള്ളം, ഇലക്ട്രിസിറ്റി ഫ്രീ, യാത്രാ സൗകര്യം, സ്ത്രീകൾക്കുള്ള സ്കീമുകൾ, എഡ്യൂക്കേഷൻ, നല്ല സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരം പരിപാടികളാണ്. പക്ഷെ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രഖ്യാപിതമായ ഒരു രീതിയിൽ നിന്നും ഈ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പൊ ഈ രണ്ട് രീതികൾ തമ്മിലുള്ള ഒരു ചേരായിക ശരിക്കും ഈ എല്ലാ മണ്ഡലങ്ങളിലുണ്ട്. അത് അവരുടെ പ്രവർത്തന രീതികളിലുണ്ട്, ഓർഗനൈസിങ് രീതിയിലുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസം 2 മണ്ഡലങ്ങൾ, നോർത്ത് ഈസ്റ്റും അതുപോലെ ഈ നോർത്ത് ഈസ്റ്റ് 2 മണ്ഡലങ്ങളുടെയും ബന്ധിപ്പിക്കുന്ന ഒരു ഏരിയയിലൂടെ അരവിന്ദ് കെജ്രിവാൾ റോഡ് ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഒരു വളരെ വിജയപരമായ രീതിയിൽ ഈ അലയൻസിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് പുറമേ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. കനയ്യകുമാറിന്റെ മണ്ഡലത്തിൽ പോയ അനുഭവം താങ്കൾ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ. തീർച്ചയായും കനയ്യകുമാറും മനോജ് തിവാരിയും തമ്മിലുള്ള മത്സരം തന്നെയാണ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോരാട്ടം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ മാത്രമാണ് BJP ഇത്തവണ അവരുടെ സ്ഥാനാർത്ഥിയെ മാറ്റാതെ സീനിയർ നേതാവായ മനോജ് തിവാരിയെ മത്സരിപ്പിക്കുന്നത്. കനയ്യയുടെ മത്സരം എത്രത്തോളം കടുപ്പമാണ്? JNUവിലെ വിദ്യാർത്ഥി നേതാവായിരുന്ന കാലം മുതൽ BJPക്കെതിരായ പ്രചരണത്തിലെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു കനയ്യ. കനയ്യയുടെ ആ ഇമേജ് നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ ഗുണം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും കനയ്യകുമാറിന്റെ സ്വീകാര്യത വളരെ 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 നമുക്ക് വിസിബിൾ ആണ് ഇവിടെ. പക്ഷെ അതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കനയ്യകുമാറിനെ പോലെ തന്നെ അതേ സംസ്ഥാനം ബീഹാറിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണ് മനോജ് തിവാരി. കഴിഞ്ഞ 10 വർഷമായിട്ട് MP ആയി നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം വേറെ രീതിയിലുള്ള ഒരു തരം കലാകാരനാണ്, പാട്ട് പാടുന്നു, അങ്ങനെ വേറെ രീതിയിലുള്ള ജനങ്ങളുമായിട്ട് കണക്റ്റഡ് ആയ ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷം മനോജ് തിവാരി തന്റെ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ജനങ്ങൾക്കിടയിൽ അവിടെ ഒരുപാട് അപ്രീതി ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് അവിടെയൊക്കെ കൂടുതലും ഇറങ്ങി പണിയെടുക്കാനുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. അത് കനയ്യകുമാറിന് അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം മനോജ് തിവാരിക്ക് എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, BJPയെ സംബന്ധിച്ച് മനോജ് തിവാരിയെ ജയിപ്പിക്കുക എന്നുള്ള, കനയ്യകുമാർ ഒരു കാരണവശാലും ഇന്ത്യൻ പാർലമെന്റിൽ എത്താതിരിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച ലക്ഷ്യം. അതുകൊണ്ടാണ് മോദി തന്റെ ആദ്യത്തെ റോഡ് ഷോ ഡൽഹിയിൽ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിലാണ് നടത്തിയത്. അപ്പൊ എങ്ങനെയെങ്കിലും കനയ്യകുമാറിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ എത്താതിരിക്കുക. അപ്പൊ മോദിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടുക്ഡ ഗ്യാങ്, അത് അങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ JNUവിൽ നടന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ജയിലിലായിരുന്നു. അന്ന് ഒരുപാട് കേസുകൾ നേരിട്ടു. പിന്നീട് പുറത്തു വന്നു, കോൺഗ്രസിന്റെ ഭാഗമാകുന്നു, വളരെ വോക്കലായി തന്നെ മോഡിക്കെതിരെ സംസാരിക്കുന്നു. അപ്പം ഈ ടുക്ഡ ഗ്യാങ്ങിന്റെ നേതാവാണ് അവരെ സംബന്ധിച്ചിടത്തോളം കനയ്യകുമാർ. കനയ്യകുമാറിനെ തോൽപ്പിക്കുക മാത്രമല്ല, അതേപോലെ കനയ്യകുമാറിനെ അവിടെ ജയിച്ച് കയറുക എന്നുള്ളത് ഒരു അനുകൂല ഘടകം എന്നുള്ള അവിടുത്തെ മൈനോറിറ്റി വോട്ടാണ്. പക്ഷെ മൈനോറിറ്റി വോട്ട് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അവിടെ ജയിച്ചു കയറാൻ കഴിയില്ല. ഹിന്ദു വിഭാഗത്തിലെ ആളുകളുടെ
നല്ലൊരു ശതമാനം വോട്ട് കൂടി കിട്ടിയാൽ മാത്രമേ കനയ്യകുമാറിന് ജയിച്ചു കയറാൻ കഴിയുള്ളൂ. ഈ ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിൽ ഏറ്റവും ടഫായി നടക്കുന്ന ഒരു മത്സരം സത്യത്തിൽ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ തന്നെയാണ്. 2 പേർക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കനയ്യകുമാറിന്റെ സാധാരണ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വളരെ വോക്കലാണ്. പിന്നെ അതേ സമയത്ത് എഡ്യൂക്കേറ്റഡ് ആണ്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ബീഹാറിൽ നിന്ന് വന്നു. കാരണം ഒരുപാട് മൈഗ്രന്റ് ലേബേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഇപ്പം UP നിന്നും ബീഹാറിൽ നിന്നും വന്ന ആളുകൾ കൂടി. പിന്നെ കനയ്യ JNUവിൽ ഒരുപാട് കാലം വിദ്യാർത്ഥി നേതാവായിരുന്നത് കൊണ്ട് തന്നെ കനയ്യക്ക് ഡൽഹി അറിയുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ. ആ രീതിയിൽ കനയ്യകുമാറിന് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും തന്നെയാണ്. കാരണം പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മൊത്തത്തിൽ ഇന്ത്യയിൽ കണ്ടുവരുന്ന മോദിക്കെതിരെയുള്ള വികാരം ഡൽഹിയിലും അലയടിക്കും. അതിന്റെ ഭാഗമായി തീർച്ചയായിട്ടും അതിന്റെ ഒരു ഗുണം കനയ്യകുമാറിന് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിന് വലിയ ദേശീയ പ്രാധാന്യം ലഭിക്കാനുള്ള ഒരു കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ജയിൽവാസവും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതും ഒക്കെയാണല്ലോ. മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതിയും അതിന്റെ പേരില് മുഖ്യമന്ത്രി ജയിലിൽ കിടക്കേണ്ടി വന്നതും ആം ആദ്മി പാർട്ടിയെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടോ? ഞാനിത് ചോദിക്കാനുള്ള കാരണം, അഴിമതിക്കെതിരെ രൂപപ്പെട്ടു വന്നൊരു പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ അഴിമതി കേസിൽ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് ആം ആദ്മിയെ സംബന്ധിച്ച് അവരുടെ സ്വീകാര്യത കുറച്ചിട്ടുണ്ടോ? BJPക്ക് അത് ഒരു നേട്ടമായി മാറാൻ സാധ്യതയുണ്ടോ? ഞങ്ങൾ ഇത് നമുക്ക് പൂർണ്ണമായി അതിന്റെ ഒരു പിക്ചർ പറയാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഇതേ ഒരു കാര്യം ജനങ്ങളോട് സംസാരിച്ചപ്പം ഈ തുടക്കത്തിൽ ഇവരുടെ മനീഷ് സിസോദിയ അറസ്റ്റിലാവുന്നു, അങ്ങനെ 2-3 നേതാക്കളോളം അവസാനം അരവിന്ദ് കെജ്രിവാൾ ഒരു അറസ്റ്റിലാവുന്ന ഒരു അവസ്ഥ, ആ ഒരു സ്റ്റേജ് വരെ ആം ആദ്മി പാർട്ടിയുടെ ഒരു പോപ്പുലാരിറ്റിക്ക് ചെറിയൊരു ഇടിവ് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അഴിമതിക്കെതിരെ ഉയർന്നു വന്നൊരു പ്രസ്ഥാനം തന്നെ അഴിമതിയിൽ അകപ്പെടുന്നത് ഒരു പ്രശ്നം. പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് മോദി ഒരു ഏകാധിപതിയായി വാഴുന്നു, ഏകാധിപത്യം എന്നുള്ള ഒരു മെസ്സേജ് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്താനിടയായിട്ടുണ്ട് ഈ ഒരു ഇലക്ഷന്റെ ഒരു തൊട്ട് മുന്നേ. അത് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ജനങ്ങളുടെ വികാരം മാറുകയാണ്. കാരണം എന്തൊക്കെ ആയാലും തങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകിയ, ഒരുപാട് ഈ പറഞ്ഞ വെൽഫെയർ സ്കീമുകൾ നടപ്പിലാക്കിയ, അല്ലെങ്കിൽ ജനങ്ങളോട് ഇത്രയും അടുപ്പമുള്ള തങ്ങളുടെ നേതാവിനെ ജയിലിൽ അടച്ചതിൽ അവർക്ക് പൂർണ്ണ അതൃപ്തിയുണ്ട്. അത് വളരെ കൃത്യമായും ഈ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വന്ന ശേഷം, ജനങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കാണാനുമുണ്ട്. കാരണം ഈ BJPയുടെ സ്ട്രാറ്റജി അവിടെയാണ് പരാജയപ്പെടുന്നത്. നേരത്തെ അവർ പരീക്ഷിച്ച പല സ്ട്രാറ്റജികളും പരാജയപ്പെട്ട കൂട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും പരാജയപ്പെട്ടു പോയ ഒരു തീരുമാനമായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ജയിലടക്കാൻ എടുത്തതെന്ന് തീരുമാനിക്കും എന്ന് വേണം കാണാൻ. കാരണം ഇപ്പൊ അരവിന്ദ് വലിയൊരു ഹീറോ ആയിട്ട് വരികയാണ്. അദ്ദേഹം ഹനുമാൻ മന്ദിറിൽ പോകുന്നു, അതുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിൽ വലിയ കുഴപ്പമില്ല. അദ്ദേഹം ശക്തമായി ഇന്ത്യ സഖ്യം തിരിച്ചു വരും, അധികാരത്തിലേറും, താൻ വീണ്ടും സംസ്ഥാന അധികാര കേന്ദ്രത്തിൽ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ഒരു തരത്തിൽ ഈ ജയിലിൽ അടക്കുന്നതോട് വർദ്ധിക്കാനുണ്ടായത്. അത് ഈ ആം ആദ്മി പാർട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ഇലക്ഷന്റെ ഒരു വിജയത്തിനെ ബാധിക്കും എന്ന് നമുക്ക് പൊതുവെ വിലയിരുത്താൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. അതേസമയം BJPയും ആം ആദ്മിയുടെ പ്രചരണങ്ങളെ വളരെ ശക്തമായി നേരിടുന്ന കാഴ്ചയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. 2 പാർട്ടികളും തമ്മിലുള്ള ശത്രുത വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. ആം ആദ്മി കഴിഞ്ഞ ദിവസം BJP ആസ്ഥാനത്തേക്ക് വലിയ മാർച്ച് നടത്തുകയും കർഫ്യൂ പ്രഖ്യാപിച്ചും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടുകൊണ്ടൊക്കെയാണ് പോലീസ് അതിനെ നേരിട്ടത്. കേജ്രിവാൾ അഴിമതിക്കാരനാണ് എന്ന് ഉള്ള BJPയുടെ ക്യാമ്പയിനും അവര് ശക്തിപ്പെടുത്തുന്നതായിട്ടാണല്ലോ നമ്മളിപ്പോ കാണുന്നത്. പക്ഷെ അഴിമതിയെക്കാട്ടും കൂടുതൽ വളരെ വേറെ രീതിയിലൊരു മസിൽ പവർ ഇപ്പം ഞങ്ങൾ ഇന്നലെ യാത്ര ചെയ്ത എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇവരുടെ ഈ MLA-മാരുടെ പേര് വെച്ച്, അതായത് അവർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ പേരിലോ, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലേക്കുള്ള സ്വാഗതം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഒരു MLA വെച്ച ബോർഡ്, ആ ബോർഡിന്റെ MLA-യുടെ മുഖവും MLA-യുടെ പേരും കറുത്ത പെയിന്റ് അടിച്ച് നീക്കിയിരിക്കുകയാണ് മിക്കവാറും സ്ഥലങ്ങളിൽ. രണ്ടാമത് കനയ്യയ്ക്ക് നേരെ നടന്ന ശാരീരികമായ ആക്രമണം, അത് സത്യത്തിൽ BJPക്ക് കൂടുതൽ അതൊരു അടി കിട്ടുകയാണ് ചെയ്തത്. കാരണം അത് കൂടുതൽ കനയ്യകുമാറിന് കൂടുതൽ പോപ്പുലാരിറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അതേപോലെ ഇന്നലെ സംഭവിച്ചൊരു കാര്യം, ഈ മെട്രോ റെയിൽ ട്രെയിനുകളിൽ അരവിന്ദ് കെജ്രിവാൾ എത്രയും പെട്ടെന്ന് നാട് വിടുക എന്നുള്ള പോസ്റ്ററുകൾ പതിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഒരു കൃത്യമായൊരു നേരിടാൻ കഴിയാത്തതിന്റെ ഒരു പരാജയം, അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് വേണം ഇതിനെ കാണാൻ എന്ന് തോന്നുന്നു. മാത്രമല്ല ഇപ്പം EDയുടെ ഭാഗത്തുനിന്ന് ഈ ആം ആദ്മി പാർട്ടിക്കുള്ള ഇന്നലെ വന്നൊരു പുതിയൊരു വാർത്തയാണ്, ആം ആദ്മി പാർട്ടിയുടെ ഫണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് വരാൻ പോകുന്നു. അവർ പറയുന്നത് അവരുടെ ഫണ്ട് ഹാൻഡ്ലിംഗ് ശരിയായിട്ടില്ല.
അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ സ്വാതി മേവാലിനെ പോലെ ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഏതെങ്കിലും രീതിയിൽ ക്ഷീണിപ്പിക്കുക എന്നുള്ളതായിരിക്കണം അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ തെളിവുകൾ ഇല്ലെങ്കിലും നമുക്ക് പൊതുവെ പറയുന്നത് രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഒന്ന്, അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP അവരെ ഉപയോഗിച്ചു, നേരിട്ട് അവർക്കൊരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം വേറെ എന്തെങ്കിലും സ്ഥാനങ്ങളൊക്കെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അവരെ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി. രണ്ടാമത്, അവർക്കെതിരെ നേരത്തെ ഉണ്ടായിരുന്ന ചില കേസുകൾ റീ ഓപ്പൺ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു ഫൈറ്റ്. പക്ഷെ ഇതൊക്കെ ഈ സ്വാതി മേവാലിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഇപ്പോ ഇല്ല. ഒരു പക്ഷേ ഇലക്ഷന് 1-2 ദിവസം മുന്നെയാണ് ഇത് നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് മിഡിൽ ക്ലാസ്സിനിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ, സ്ത്രീ വോട്ടേഴ്സിനിടയിൽ അത് വലിയൊരു ഇഷ്യൂ ആയി മാറുമായിരുന്നു. പക്ഷെ അവിടെയും ഇന്നേ വരെ ഈ ഒരു സമയത്ത് ആ ഒരു പ്രശ്നം ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീന വിഷയമായിട്ടില്ല. ചുരുക്കി പറഞ്ഞ BJP നേരിടാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമങ്ങളും പരാജയപ്പെടുകയും അരവിന്ദ് കെജ്രിവാളും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും കൂടുതൽ ജനങ്ങൾക്കിടയിൽ പോപ്പുലർ ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡൽഹിയിലുള്ളത്. കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാതെ ജയിലിൽ നിന്ന് ഭരിക്കുന്ന ഒരു നയമായിരുന്നു അറസ്റ്റിനെ തുടർന്ന് സ്വീകരിച്ചത്. അതൊരു ശക്തമായ രാഷ്ട്രീയ തീരുമാനമായിരിക്കുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു രണ്ടാം നിര നേതൃത്വമില്ല എന്നൊരു പ്രശ്നം കൂടിയല്ലേ അതിലൂടെ പുറത്തു വരുന്നത്. കേജ്രിവാളിന് ജാമ്യം കിട്ടിയിരുന്നില്ലെങ്കിൽ ക്യാമ്പയിൻ നയിക്കുന്നത് ആരായിരിക്കുമായിരുന്നു? എന്താണ് ശിവരാജിന് തോന്നുന്നത്? സത്യത്തില് ആം ആദ്മി പാർട്ടി ഇപ്പം അരവിന്ദ് കെജ്രിവാൾ ജയിലായി കുറച്ച് ദിവസം മുന്നെയാണ് പുറത്തു. അതുവരെ ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് ശരിക്കും അവർക്കുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ പത്നി ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയെങ്കിലും ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഏകദേശം പ്രവർത്തനങ്ങൾ ഓൾമോസ്റ്റ് നിശ്ചലമായ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. പക്ഷെ കെജ്രിവാൾ തിരിച്ചു വന്നതോടുകൂടി അത് വീണ്ടും സജീവമാവുകയും വളരെ ശക്തമായ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇത് കാണിക്കുന്നത് ഒരു രണ്ടാം തരം ലീഡർഷിപ്പ്. ഇപ്പൊ മനീഷ് സിസോദിയ ഒരുപാട് മാസങ്ങളായി ജയിലിലാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അഭാവം കൂടെ ഉണ്ടാവുന്ന ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് ആം ആദ്മി പാർട്ടിക്ക് വളരെ ശക്തമാണ്. പഞ്ചാബിൽ അവിടുത്തെ മുഖ്യമന്ത്രി വളരെ പോപ്പുലറാണ്. പക്ഷെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉള്ള പ്രധാനപ്പെട്ട മുഖം അരവിന്ദ് കെജ്രിവാളാണ്. അത് ഒരുപക്ഷെ പാർട്ടിയിൽ ഇനിയും ഒരു രണ്ടാം നിര ലീഡർഷിപ്പിനെ ഉണ്ടാക്കിയെടുക്കുക, ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റി അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ 5 ഘട്ടങ്ങളെ പൊതുവെ വിലയിരുത്തുമ്പോൾ ഓരോ ഘട്ടത്തിലും മോദി ഫാക്ടർ ക്ഷീണിച്ചു വരുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5ാം ഘട്ടത്തിലൊന്നും മോഡിയുടെ ആ പ്രഭാവം തീരെ കാണുന്നുണ്ടായിരുന്നില്ല. ഗോദി മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന മോദിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ വരെ ആ സത്യം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 6ാം ഘട്ടത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ മോദിക്കും NDA മുന്നണിക്കും ഉണ്ടായ ഈ ക്ഷീണം തീർച്ചയായിട്ടും സ്വാധീനിക്കില്ലേ? തീർച്ചയായിട്ടും. പുറമെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുറമെ നമുക്ക് ഇലക്ഷന്റെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ള വലിയൊരു ആഘോഷം, വലിയൊരു പ്രചരണം കാണാനില്ലെങ്കിലും നമ്മൾ ഈ ഡോർ ടു ഡോർ ക്യാമ്പയിനിലൂടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ശക്തമായി BJPക്കെതിരെ ഒരു വികാരം നിലനിൽക്കുന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ, കഴിഞ്ഞ 3 ദിവസമായിട്ടും 3 സ്ഥലങ്ങളിൽ എനിക്ക് നേരിട്ട് തന്നെ, അതായത് ഞാൻ RSSന്റെ 25-30 വർഷം 15 വർഷം പ്രവർത്തകനായിരുന്നു. ഈ വർഷം മോദി വഞ്ചകനാണ്. അദ്ദേഹം ഇവര് 3 പേര് ഉപയോഗിച്ച വാക്കിനൊരു കോമൺ ഒരു ഫ്രേസ് എന്ന് പറയുന്നത് മോദി വഞ്ചകനാണ് എന്നുള്ളതാണ്. എന്നിട്ട് അവർ പറഞ്ഞത് ഈ പ്രാവശ്യം ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് RSSന്റെ. ഇതൊരു നമുക്ക് വലിയ സാമ്പിൾ സൈസ് എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ കിട്ടിയ ഒരു പൊതുവെ. രണ്ടാമത്തെ കാര്യം, സാധാരണ ആളുകൾ ഈ വിലക്കയറ്റം വലിയ രീതിയിൽ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഒരുപാട് സാധാരണ മനുഷ്യര് ഒരുപാട് അധ്വാനം 8, 10, 12 മണിക്കൂർ അധ്വാനിച്ച് ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവര് പറയുന്നത് നേരത്തെ അധ്വാനിച്ചിരുന്ന സമയത്തിന്റെ ഒരു ഇരട്ടി സമയം പോലും ചിലപ്പോൾ ചില ദിവസങ്ങൾ പണിയെടുത്തിട്ടാണ് അവർ കുടുംബം കഴിയുന്നത്. അത്രയ്ക്കും ചെലവ് കൂടുതലാണ്. രണ്ടാമത്, പല വിഭാഗങ്ങൾക്കാർക്കും തൊഴിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ഒരുപാട് തൊഴിൽ നഷ്ടങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അധ്വാനിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമായ ഒരു ജീവിത സാഹചര്യമാണ് ഡൽഹിയിൽ ഉണ്ടാകുന്നത്. ഡൽഹിയിൽ അങ്ങനെ വലിയൊരു വിഭാഗം, മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗത്തിനിടയിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിലക്കയറ്റവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ പോലെ ഡൽഹിയിലും വലിയൊരു പ്രശ്നം തന്നെയാണ്. എല്ലാ ആളുകളും ഈ തൊഴിൽ, പ്രത്യേകിച്ചും വിലക്കയറ്റം എല്ലാവരും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഈ 2 കാര്യങ്ങൾ ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ഈ സാധാരണ തൊഴിലാളികൾ അവരുടെ വികാരം അപ്പൊ തന്നെ പ്രകടിപ്പിക്കും. ഞങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തു, ഇനി ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ മിഡിൽ ക്ലാസ് അത് ഒരു സ്ട്രാറ്റജി എന്ന രീതിയിലായിരിക്കാം അവർ അത്രയും ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സൈലന്റ് ആയി അവരുടെ ഒരു മിഡിൽ ക്ലാസ് സ്വഭാവം കൊണ്ടായിരിക്കാം അവർ ഓപ്പൺ ആയിട്ട് അത് എന്താണ് അവരുടെ ഒരു മാനസിക അവസ്ഥ എന്ന് പറയാത്തത്, അല്ലെ ജീവിത സാഹചര്യങ്ങൾ തുറന്നു പറയാത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു സൈലന്റ് ആയിട്ടുള്ള ഒരു വേവ്, അല്ലെങ്കിൽ കൃത്യമായ മോദി വിരുദ്ധ വോട്ടിംഗ് പാറ്റേൺ മറ്റു സ്ഥലങ്ങളിൽ പോലെ തന്നെ ഡൽഹിയിലും
ആവർത്തിക്കും. അത് ഇന്ത്യ സഖ്യത്തിന് വളരെ അനുകൂലമാവും. 7-ൽ ഒരു 6 മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് ജയിക്കാൻ കഴിയുമെന്ന് പൊതുവെ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതുപോലെ തന്നെ കർഷക സമരം ഡൽഹിയിലുള്ള ആളുകൾ നേരിട്ട് പങ്കുചേർന്നൊരു സമരമൊന്നും ആയിരുന്നില്ലെങ്കിലും അവരുടെ കൺമുന്നിൽ നടന്നൊരു വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായിരുന്നല്ലോ. ഹരിയാനയുമായും പഞ്ചാബുമായും അതിർത്തി പങ്കിടുന്ന ഡൽഹി മണ്ഡലങ്ങളിൽ ഈ കർഷക സമരത്തിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഈ കർഷക സമരത്തെ പറ്റി ഇപ്പം G20 ആണ് മോദി വലിയൊരു പ്രസ്റ്റീജ് ആയിട്ട് അവതരിപ്പിച്ചത്. ഇതിനെതിരെ ജനങ്ങൾക്കിടയിൽ വികാരമുണ്ട്. ഇത് അവർ പറയുന്നത് മോദി വെറുതെ നമ്മളെ പല ആൾക്കാരും നാടകം കളിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ കർഷക സമരം നടന്നൊരു സ്ഥലം എന്ന രീതിയിൽ മോദി ഒരു സാധാരണ ജനങ്ങളുടെ കൂടെയല്ല. അവരതിനെ ഈ ക്രോണിക് ക്യാപിറ്റലിസമോ അല്ലെങ്കിൽ എക്സ്റ്റോർഷനോ അങ്ങനെ വലിയ രീതിയിലൊന്നും അവരെ കാണുന്നില്ലെങ്കിലും മോദി റെപ്രസെന്റ് ചെയ്യുന്നത് സാധാരണ ജനങ്ങളെയല്ല. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് അദാനി അംബാനിയുടെ പേരൊക്കെ ഇപ്പം ആളുകളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അത് ആളുകൾ പറയുന്നുണ്ട്. ഇപ്പം ഒരാൾ പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ മോദി ഇഷ്ടപ്പെടാത്തത്? അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ മനസ്സിലെ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഇന്ത്യയാണ്, എല്ലാ ജനങ്ങളോടും. അത് ഏത് പാർട്ടി വന്നാലും കുഴപ്പമില്ല. ഞാൻ പല പാർട്ടിക്ക് വോട്ട് ചെയ്ത ഒരാളാണ്. പക്ഷെ ഒരു വിഭാഗം ജനങ്ങളെ മാത്രം, അതായത് ഒരുപക്ഷെ ഈ ഹിന്ദു മുസ്ലിം വർഗീയതയുടെ പേരിൽ വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിൽ, അത് ഹിന്ദു സമുദായത്തിന് അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിലെ ജനങ്ങൾക്കിടയിൽ പോലും അതിന് സ്വീകാര്യത ഇല്ല എന്ന് നമുക്ക് കരുതാൻ. അപ്പൊ ഇത് മൊത്തത്തിൽ ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ ഏതെങ്കിലും രീതിയിൽ അർപ്പിച്ച പ്രതീക്ഷകൾ ഒന്നും നടപ്പിലായില്ല എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും മോദിക്കെതിരെ ഇപ്പം കർഷക സമരം, തൊഴിലാളികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ ഇന്നലെ വേറെ കാര്യങ്ങൾ, ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം കൂടി ഒരാൾ പറയുകയുണ്ടായി. അയാളത് തൊഴിലാളി നേതാവാണ്, CITU നേതാവാണ്. അദ്ദേഹം പറഞ്ഞത്, സാധാരണഗതിയിൽ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും രീതിയിലെ ജാതിയോ മതമോ ഏതെങ്കിലും വിഭാഗീയത, ഭാഷയോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഞങ്ങൾക്ക് തൊഴിലാളികൾക്കിടയിൽ തന്നെ വലിയൊരു വിഭാഗീയത, അത് മതത്തിന്റെ പേരിലാണ് കൂടുതൽ, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അങ്ങനെ വിഭജിക്കപ്പെട്ടു പോയി. അപ്പൊ മസ്ദൂർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് ആളുകളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ ആ വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയത്തെ ജനങ്ങൾ വേറെ രീതിയിൽ തിരിച്ചറിയുന്നുണ്ട്. അപ്പം അത് മൊത്തത്തിൽ മോദിക്ക് ഈ പ്രാവശ്യം തിരിച്ചടിയാവും. കഴിഞ്ഞ വർഷം പോലെ ജനങ്ങൾ ഇനിയൊരു പ്രതീക്ഷ കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. G20യുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്, അന്ന് ഈ G20 സമ്മേളനത്തിന്റെ പേരില് ഒരുപാട് മനുഷ്യരെ അവരുടെ വീടുകളിൽ നിന്ന് കുടിയിറക്കിയിരുന്നു ഡൽഹിയിൽ. നിരവധി ജനങ്ങൾ ഈ ബുൾഡോസർ രാജിന്റെ ഭാഗമായിട്ട് നിരാലംബരായി തീർന്നിരുന്നു. അവരുടെ എല്ലാം പ്രതിഷേധവും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ഇവിടെ പൊല്യൂഷൻ, ഈ ശുദ്ധജലത്തിന്റെ അഭാവം, ഇപ്പൊ ഇത്രയും വാട്ടർ സോഴ്സിന്റെ ഒരു പദ്ധതി ആം ആദ്മി പാർട്ടി നടപ്പിലാക്കിയെങ്കിൽ ഇപ്പോഴും ശുദ്ധജലത്തിന് ലഭ്യത കൃത്യമായി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഇത്രയും മോശമായി നടക്കുന്ന സ്ഥലം വേറെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ ഇപ്പോഴും പൂനയായി കിടക്കുന്ന വേസ്റ്റുകൾ കാണാം, പ്ലാസ്റ്റിക് അടക്കമുള്ളത്. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഡൽഹി സംസ്ഥാനത്തിന് പൂർണ്ണമായ അധികാരം കൊടുക്കാതിരിക്കുകയും അവരുടെ പല പ്രവർത്തനങ്ങൾക്കും ഊച്ചുവിലങ്ങിടുകയും ചെയ്യുന്ന ഒരു നയം അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അരവിന്ദ് കെജ്രിവാളിന് കുറച്ചും കൂടി സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്, ഈ ഡൽഹി സംസ്ഥാനത്തിന് ഒരു സ്വാതന്ത്ര്യം വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടും. ഒരുപക്ഷെ അങ്ങനെ ഒരു വികാരം കൂടി തീർച്ചയായും അതാണ് അവസാനം ചോദിക്കാനിരുന്നത്. കേജ്രിവാൾ എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിരുന്ന ഒരു പ്രധാന മുദ്രാവാക്യമാണ് ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി എന്നത്. ഇത്തവണയും ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷം നടത്തിയ പ്രസംഗങ്ങളിലും അദ്ദേഹം അത് ഊന്നി പറഞ്ഞിരുന്നു. ജനങ്ങൾക്കിടയിൽ ഈ ഒരു മുദ്രാവാക്യത്തിന് സ്വീകാര്യതയുണ്ടോ? അതിന് എത്രത്തോളം സ്വീകാര്യത ഉണ്ടെന്നാണ് തോന്നുന്നത്? പൂർണ്ണ സംസ്ഥാന പദവി എന്ന് ജനങ്ങൾ പറയുന്നില്ലെങ്കിലും സംസ്ഥാന സർക്കാരിന് കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. രണ്ടാമത് ഈ തെരഞ്ഞെടുപ്പ്, ഇപ്പൊ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രാധാന്യമുള്ളത് 2025 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളിൽ ആരെങ്കിലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പാർട്ടിയുടെ പൂർണ്ണമായൊരു അവസാനം ഒരുപക്ഷെ കുറച്ചു കാലത്തെങ്കിലും ഡൽഹിയിൽ ഉണ്ടായേക്കാം.
മറിച്ച് BJP സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനങ്ങളിലേക്കും കൂടി അവരുടെ ഒരു പ്രവേശനം ഉറപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്വപ്നപ്രകാരം ഡൽഹിയിലും ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്നത് ഒരു സംവിധാനം ഡൽഹിയിൽ നടപ്പിലാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ അധികാര കേന്ദ്രം നിലനിൽക്കുന്ന സ്ഥലത്താണ് വേറൊരു രീതിയിലുള്ള ഇടപെടൽ ആം ആദ്മി പാർട്ടി വഴി നടക്കുന്നത്. അത് അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. തിരിച്ച് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും പ്രഖ്യാപിതമായ ഒരു ലക്ഷ്യം തന്നെ ഒരു പൂർണ്ണമായ ഒരു ഡൽഹി സംസ്ഥാന അധികാരം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെ തീർച്ചയായും ഇന്ത്യ സഖ്യം ജയിക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അവർ നടത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. തീർച്ചയായും ശിവരാജ് പറഞ്ഞതുപോലെ ഇത്തവണ ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന ഫലമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ശിവരാജ്, ഇത്രയും നേരം കേരളത്തോട് സംസാരിച്ചതിന്. താങ്ക് യു.